ഹലോ എല്ലാവർക്കും സീറോ ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8051 ഇൻറ്റൽ IC ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ സിസ്റ്റത്തിൽ നമുക്ക് 4 കാൻഡിഡേറ്റിന് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. വോട്ടറിന് 1 2 3 4 ബട്ടൺസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഇനീഷ്യൽ സ്വിച്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇനീഷ്യൽ സ്വിച്ച് പോളിംഗ് ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. ഈ ഇനീഷ്യൽ സ്വിച്ച് അമർത്തുമ്പോഴാണ് പോളിംഗ് സ്റ്റാർട്ട് ചെയ്ത ഉടൻ ഒരു വോട്ടർ വരുന്ന സമയത്ത് വോട്ട് ചെയ്ത് അതിനുശേഷം പുതിയൊരു വോട്ടർ വരുമ്പോൾ ഇനീഷ്യൽ സ്വിച്ച് വീണ്ടും അമർത്തിയാൽ മാത്രമേ അടുത്ത ആൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഒരു റിസൾട്ട് സ്വിച്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിസൾട്ട് സ്വിച്ച് നമുക്കതിൽ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഇനീഷ്യൽ സ്വിച്ച് പോളിംഗ് ഓഫീസർ കൊടുത്തിരിക്കുന്ന ഈ സ്വിച്ചിൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്യാം. ഇവിടെ പോളിംഗ് ഓഫീസർ പ്രസ് ചെയ്യും. ഇവിടെ 4 പാർട്ടികൾ ഇതിൽ തെളിയും. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നമുക്ക് വോട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഒരു വോട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ആൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വീണ്ടും ഇവിടെ സ്വിച്ച് പോളിംഗ് ഓഫീസർ ഇവിടെ സ്വിച്ച് അമർത്തണം. അടുത്ത ആൾ വന്നു. ഇപ്രാവശ്യം നമുക്ക് BJPക്ക് ഒരു വോട്ട് കൊടുക്കാം. BJPക്ക് വോട്ട് പോയി. താങ്ക് യു പറഞ്ഞു. വീണ്ടും പോളിംഗ് ഓഫീസർ ഇനീഷ്യൽ ബട്ടൺ പ്രസ് ചെയ്ത് അടുത്ത ഒരു വോട്ടർ വരികയാണ്. ആൾ കോൺഗ്രസ്സിനാണ് വോട്ട് കൊടുക്കുന്നത്. കോൺഗ്രസ്സിന് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും പോളിംഗ് ഓഫീസർ ഇവിടെ ബട്ടൺ അമർത്തി പുതിയ വോട്ടർ വന്നു. ഇവിടെ അതേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബട്ടണിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അതേഴ്സിന് വോട്ട് പോയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒരാളെ ജയിപ്പിക്കണമല്ലോ. ആരാണ് ജയിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം കോൺഗ്രസ്സിന് ഒരു വോട്ടും കൂടി കൊടുക്കുകയാണ്. എങ്കിലും മാത്രമേ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ. കോൺഗ്രസ്സിന് ഒരു വോട്ട് കൊടുത്തു. ഓക്കെ, വോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണാം. ഇതിൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഇതിൽ എത്ര വോട്ട് കിട്ടി അതുപോലെ വിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് പബ്ലിഷ് ആവുന്നതാണ്. ഇതാണ് നമ്മുടെ സിമ്പിൾ 8051 വോട്ടിംഗ് മെഷീൻ സിസ്റ്റം.